നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെയിൽസ് ടീമിന്റെ അടുത്താണ്. ഏറ്റവും താഴെയുള്ള ടീമിലാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. അവരാണ് ഇങ്ങനെ കൂടുതൽ വിൽക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പറയുമ്പോൾ പറയും, പക്ഷെ എല്ലാവരും എണീക്കാവോ? നല്ല ഭംഗിയുടെ കാണാം, നല്ല ഭംഗിയുണ്ട്, നല്ല ചിരിയാണ്. സാർ എത്ര തവണ ചിരിക്കാൻ പറ്റി പറഞ്ഞു, നല്ല ഭംഗിയുടെ ഒന്ന് പൊക്കി പറയും, ഒന്ന് പൊക്കി പറയും, ഒന്ന് പൊക്കി പറഞ്ഞ് ഒരു നല്ല ഷെയ്ക്ക് കൊടുക്കണം, ഒന്ന് പൊക്കി പറയും, നന്നായിട്ട് പൊക്കി പറയും. നല്ല നല്ല ഷർട്ടാണ്, അത് പറഞ്ഞ നല്ല ഷർട്ടാണ്. ആ ഈവനിങ്ങിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞപ്പോ മനസ്സിലായിട്ട് കത്തി വരുന്നുള്ളൂ. നമ്മള് ചൂരയിട്ടല്ലോ അതില്ല. പക്ഷെ ഈ സാധനമാണ് എന്റെ തലയിൽ കിടക്കുന്നത്, ഇതാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങളാണ്, ലീഡേഴ്സാണ് ഈ സ്വർണം അല്ലെ. പക്ഷെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അപ്പുറത്തുള്ള ആളുകൾ, അതിന്റെ നടുക്കിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് അടി കിട്ടുന്ന ആളുകളാണ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. കാര്യങ്ങളെ ഒന്ന് പറയാം. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ കേൾക്കുന്നുണ്ടോ ചോദിക്കും. കേൾക്കുന്നുണ്ടോ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു യെസ് യെസ്, അതായത് ഇരുത്തിയിരുന്ന അതാണ് ഈവനിങ്ങിൽ ഇരിക്കുന്ന പറഞ്ഞത്. കയ്യും കെട്ടിങ്ങനെ ഇരിക്കും, പറഞ്ഞ് താപ്പിയാണ്. കേൾക്കുന്നുണ്ടോ? ചുറ്റുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. മൂന്നാമത് പറയും, ഇനി ഇയാളെ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ നോക്കുന്നു, സ്വയം ഒബ്സർവ് ചെയ്യുന്നു, ചുറ്റുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഈ സീനിയേഴ്സ് അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചത് എന്നെയാണ് ഉദ്ദേശിച്ചത്, ഇരിക്കുന്ന ആളുകൾ ഒബ്സർവേഷൻ മാത്രം എടുത്ത് നിങ്ങൾ ശരി. ഓക്കെ ഇന്ന് എനിക്ക് കുറെ പേര് ഇംഗ്ലീഷ് കേട്ടപ്പോ അപ്പൊ തന്നെ ചെവിയിൽ പഞ്ഞു വെച്ചിട്ടുണ്ടോ? ഞാൻ ക്വിക്കായിട്ട് പറയാം. ഒന്ന് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു പർപ്പസ് നമ്മള് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി ചെയ്യുന്ന, ആർക്ക് വേണ്ടി ചെയ്യണം, എന്താ അതിന്റെ പർപ്പസ് എന്നൊന്ന് ആലോചിക്കണം. ഞാൻ ചെറിയ കഥ പറയട്ടെ. അതായത് ഒരു പൂജാരി ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുകയാണ്. പായസമൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം അത് പൂജ ചെയ്യുന്ന സമയത്ത് ഒരു പൂച്ച വന്നിട്ട് ഈ പായസം എടുത്ത് കഴിക്കും. അപ്പൊ ഈ പൂജ ചെയ്യാൻ കഴിക്കാനുള്ള സമയം തരുന്നില്ല ഈ പൂച്ച. അപ്പം ഇത് സ്ഥിരമായിപ്പോ എന്ത് ചോദിച്ചാൽ പൂജാരി പറഞ്ഞൊരു കയറ് കൊണ്ടുവന്നേ. ഒരു കയറ് കൊണ്ടുവന്നിട്ട് ആ പൂച്ചനെ അതെന്ത് ചോദിച്ചാല് പൂജ കഴിയുന്നവരെ ഒരു തൂണമ ഇമേജ് മരിച്ചു. പിന്നെ മകൻ ചാർജ് എടുത്തപ്പോ പൂജാ സാമഗ്രികളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലാണ് പറയുവാണ് ഒരു കയറും ഒരു പൂച്ചയും. കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ്ഡ് ആയിട്ട് ഓൾഡ് സ്കൂൾ നാടോട് വീട് പറഞ്ഞു പറഞ്ഞില്ലേ, കുറെ ഓൾഡ് സ്കൂൾ രീതികൾ ഉണ്ടായിരിക്കും. ഒന്ന് റിവ്യൂ ചെയ്യണം. എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് അർബൻ ബാങ്ക് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ റോൾ എന്ന് ഒന്ന് റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഒരു പക്ഷേ അബി അടക്കം ചെയ്യുന്നത്. ഇപ്പോഴും ചില ഓഫീസുകളിൽ ചെല്ലുമ്പോഴേ, എനിക്കൊക്കെ ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്,